കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് 16ാമത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. 1957 EMS നമ്പൂതിരിപ്പാടിൽ തുടങ്ങി ഇന്ന് ശ്രീ പിണറായി വിജയനിൽ എത്തി നിൽക്കുമ്പോൾ ഒരു തവണ പോലും വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. അർഹതയുള്ള വനിതകൾ അക്കാലത്ത് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടോ കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി എന്ന സ്ഥാനം സഫലമാവാതെ പോയി. എന്നാൽ ഇപ്പോൾ കേരളത്തെ ചൂട് പിടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞ വനിതാ മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നതാണെന്റെ സ്വപ്നം എന്ന ചർച്ചകളാണ്. കോട്ടയത്തെ UDF പ്രചാരണത്തിന്റെ ഭാഗമായി പുതുപ്പള്ളിയിൽ എത്തിയപ്പോഴായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം വന്നത്. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നത് തന്റെ സ്വപ്നമാണെന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഒരു വനിത കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് താൻ സ്വപ്നം കാണാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുലിന്റെ ഈ പ്രസ്താവനയെ വലിയ രീതിയിലാണ് സ്ത്രീജനങ്ങളും മറ്റ് UDF വനിതാ നേതാക്കളും ഏറ്റെടുത്തത്. അതേസമയം കാണാതെ പോവരുതാത്ത മറ്റൊന്നുകൂടെ ആ വേദിയിൽ നടന്നു. വനിതാ മുഖ്യമന്ത്രി എന്ന തന്റെ ആഗ്രഹം രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞപ്പോൾ വേദിയിലിരുന്ന പുരുഷന്മാർ ആരും തന്നെ യാതൊരു പ്രതികരണവും നടത്തിയില്ല. അതിനിടയിൽ UDFൽ മുഖ്യമന്ത്രിയാവാൻ ആർക്കാണ് സാധ്യതയുള്ളതെന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ആകെ 12 സീറ്റുകളിലാണ് വനിതകൾ പ്രധാനമായും മത്സരിക്കുന്നത്. അതിൽ നിന്നും ആർക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വീകാര്യത ഉള്ളതെന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയുടെ വനിതാ മുഖ്യമന്ത്രി എന്ന സ്വപ്നം ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യമാവുമെന്ന രീതിയിലും UDF സ്ഥാനാർത്ഥികളിൽ നിന്നും പ്രതികരണങ്ങളും വരുന്നുണ്ട്. കൂടാതെ ഇന്ദിരാഗാന്ധിയെ മാതൃകയാക്കിയ പാർട്ടി എന്ന് തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി ഉമാ തോമസും പ്രതികരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് എല്ലാ കാലത്തും വനിതകൾക്ക് പരിഗണന നൽകിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്താണ് ഉമാ തോമസ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം LDF സ്ഥാനാർത്ഥിയായ പ്രതിഭയ്ക്കെതിരെ UDF സ്ഥാനാർത്ഥി നടത്തിയ രൂക്ഷ വിമർശനങ്ങളും തുടർന്നുണ്ടായ കാര്യങ്ങളും മാധ്യമങ്ങളുടെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ UDFൽ നിന്നും ഒരു വനിതാ മുഖ്യമന്ത്രിയെ നമ്മൾ പ്രതീക്ഷിക്കാമോ എന്നത് വീണ്ടും ഒരു ചോദ്യമായി തന്നെ തുടരുകയാണ്. ഇനി CPMലേക്ക് ഒന്ന് നോക്കിയാൽ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ അർഹതാ പട്ടികയിൽ മുമ്പ് തന്നെ സ്ഥാനം പിടിച്ച മികച്ച ജനപിന്തുണയുള്ള നേതാവാണ് ശ്രീ KK ശൈലജ ടീച്ചർ. CPIMന്റെ ചുവന്ന നക്ഷത്രമായ KR ഗൗരിയമ്മയോടൊപ്പം ചേർത്ത് പറയത്തക്കവണ്ണം വളരുകയും ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കാനും ശൈലജ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ സ്ത്രീ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്നുള്ള വാശിയില്ലെന്നാണ് KK ശൈലജ ടീച്ചർ വ്യക്തമാക്കിയത്. കൂടാതെ പോളിസിയാണ് പ്രധാനമെന്നും ഒരു വനിത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നതുകൊണ്ട് എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണം പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ സ്ത്രീ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്നില്ല എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തു തന്നെ ആയാലും വനിതാ മുഖ്യമന്ത്രി എന്ന രാഹുലിന്റെ പരാമർശത്തിൽ കഴമ്പുണ്ടോ എന്നത് തിരഞ്ഞെടുപ്പിന് ശേഷമേ അറിയാൻ സാധിക്കൂ. UDFോ LDFോ ജയിക്കട്ടെ, കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി വരുമോ എന്നതാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്.